Hey everyone, I am Mega Esnair in CA Final Year. Today we are going to discuss about the topic First Day in College, Expectations versus Reality. Joining me is Jagat Krishna, INMCA second year. Welcome. താങ്ക് യു മേഘ. അപ്പോൾ കോളേജിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ എക്സ്പെക്ടേഷൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഞാൻ എക്സ്പെക്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കോളേജിൽ വന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് എനിക്ക് വലിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും ഓറിയന്റേഷൻ ആകുമ്പോൾ. ബട്ട് ഞാൻ ഉദ്ദേശിച്ചത്ര വലിയ പ്രോഗ്രാം ഇല്ലെങ്കിൽ പക്ഷെ ഉണ്ടായിരുന്നില്ല, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. കുറെ പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കുറെ ഒരു നമ്മൾ അപ്പൊ തന്നെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കണക്ട് ആയി. പിന്നെ എല്ലാവരും ചേർന്ന് നമ്മുടെ ടീച്ചേഴ്സിനായിട്ട് മീറ്റ് ചെയ്തു. എവരിത്തിങ് വാസ് വെരി ഫ്രണ്ട്ലി, എവരി വൺ വാസ് വെരി ഫ്രണ്ട്ലി. എല്ലാവരുമായിട്ട് നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ പറ്റും. പിന്നെ പ്രോഗ്രാംസ് നമുക്ക് ഓറിയന്റേഷൻ ഡേ ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഇത്ര പെട്ടെന്ന് ഫ്രണ്ട്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയൺമെന്റ് ആയിരിക്കും എന്ന് തോന്നിയായിരുന്നു. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ നല്ല ടെൻഷനായിരുന്നു. നമ്മുടെ പുതിയ കോളേജാണ്, അപ്പൊ ഞാൻ പുതിയ കുറെ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാം എന്നാണ് കരുതിയത്. ബട്ട് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടാൻ കുറെ ടൈം ഒക്കെ എടുത്തു. എന്നാലും എന്റെ ഫസ്റ്റ് ഞാൻ ഒരു രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു. ബേസിക്കലി ഞാൻ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഇരുന്ന ആരുടെ അടുത്തായിരുന്നു പുള്ളിയായപ്പോഴത്തെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. സോ ഇറ്റ് വാസ് ഗ്രേറ്റ്. അപ്പൊ മൂവീസിലും അല്ലാതെ സീരീസിലൊക്കെ കാണുന്നത് കോളേജ് ലൈഫ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ട് വന്നത്. ഞാൻ മൂവീസിലും സീരീസിലേക്ക് കണ്ട കോളേജ് ലൈഫിൽ എല്ലാവരും കളർ ഡ്രസ് ഒക്കെ ഇട്ട് അവരുടെ ടൈം എല്ലാം ഫണ്ണായിട്ടാണ് സ്പെൻഡ് ചെയ്തത്. ഫെസ്റ്റിവൽസ് അങ്ങനെയൊക്കെയാണ് പോയത്. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഏകദേശം അതുപോലെ കണ്ടാവുന്നതിലേക്കാണ് വന്നത്. ബട്ട് ഇവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ഹൈസ്കൂളിന്റെ തന്നെ വേറെ ലെവൽ പോലെയായിരുന്നു. ഫുൾ ഡേ കോളേജിന്റെ യൂണിഫോം, പിന്നെ ക്ലാസ്സിലെല്ലാം കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് മിസ്മാരൊക്കെ വരിക, അതിന്റെ ഇടയിൽ അസൈൻമെന്റ് എല്ലാം വന്ന് ജസ്റ്റ് ഒരു ഹൈസ്കൂളിന്റെ തന്നെ നെക്സ്റ്റ് ലെവൽ. ബട്ട് എവരിതിങ് വാസ് ഫൺ. ഞാൻ നന്നായിട്ട് എൻജോയ്. Was you nervous or confident? എന്റെ ഫസ്റ്റ് ഞാൻ നല്ല നെർവസ് ആയിരുന്നു. എന്റെ ക്യാരക്ടർ എന്റെ ഒരു ചെറുതായിട്ടൊരു ഇൻട്രോവേർട്ടഡ് ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് വന്നപ്പം എല്ലാവരുമായിട്ട് അധികം മിങ്കിൾ ചെയ്യാൻ ഇച്ചിരി ടൈം എടുത്തു. സോ ഇറ്റ് വാസ് വെരി ടെൻസ്. ബട്ട് ഞാൻ എടുത്ത കറേജ് കൊണ്ട് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായി. ഐ ആം വെരി ഹാപ്പി ബോയ്. ക്യാമ്പസിൽ എവിടെയെങ്കിലും വെച്ച് ലോസ്റ്റ് ആയി പോയിട്ടുണ്ട്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ? ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ മെയിൻ ബ്ലോക്ക് എനിക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റി. സോ നമ്മുടെ എം.സി ഡിപ്പാർട്ട്മെന്റ് വന്നപ്പോൾ കുറെ ഫ്ലോർസ് ഉണ്ട്, അതിനനുസരിച്ച് തന്നെ കുറെ സ്റ്റേജസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ എന്റെ ക്ലാസ് തേർഡ് ഫ്ലോർ ആയിരുന്നു. ബട്ട് ഞാൻ കേൾക്കി ഒരു ഫിഫ്ത് ഫ്ലോറിലേക്ക് കൂടി. പിന്നെയാണ് മനസ്സിലായത് താഴെയായിരുന്നു. പിന്നെ അത് ശീലമായി, പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. ആരെങ്കിലും സർപ്രൈസസ് തന്നുവല്ലേ ഫസ്റ്റ് ഡേയിൽ? എന്തെങ്കിലും സർപ്രൈസസ് അല്ലെങ്കിൽ ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഷെയർ ചെയ്യാനുണ്ടോ? ഫസ്റ്റ് ഡേ ഫണ്ണിയസ്റ്റ് ആണെന്ന് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഓറിയന്റേഷനില് നമ്മളെല്ലാവരും മിസ്സുമാര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്കുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ ടീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെയും ക്ലാസ്സിൽ കൊണ്ടുപോയി അവരുടെ നമ്പേഴ്സ് ഒക്കെ തന്നെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചു. അതിന്റെ ഇടയിൽ ഫണ്ണിയസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വെച്ചാൽ എന്റെ ക്ലാസ്സിന്റെ ടീച്ചർ വന്നു, അത് കഴിഞ്ഞിട്ട് വേറെ ടീച്ചർ വന്നായിരുന്നു. ബട്ട് ആ ടീച്ചറിനെ കണ്ടിട്ട് നമ്മുടെ സ്റ്റുഡന്റ് ആയിട്ട് തോന്നി. മിസ് പ്രത്യേകം എടുത്ത് പറയേണ്ടി വന്നു, ഇത് ടീച്ചറാണ്. അത്രയ്ക്ക് ഓൾമോസ്റ്റ് യങ് ലുക്കിംഗ് ആയിരുന്നു. അത് മാത്രം എല്ലാവർക്കും ഫണ്ണി. ബെസ്റ്റ് ടീച്ചർ എന്ന് പറയാൻ നല്ല ഇൻസ്പിറേഷൻ തന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടോ? ഫ്രണ്ട്ലി ടീച്ചേഴ്സ് എന്ന് പറയാനാണെങ്കിൽ ഞാൻ പറയാമല്ലോ, ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചു വന്നത്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്സും നല്ല ഫ്രണ്ട്ലി ആണ്, എല്ലാവരും നല്ല എൻകറേജിങ് ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് വരാൻ പറ്റില്ല, കാരണം ഓൾമോസ്റ്റ് എന്ത് ചോദിച്ചാലും എല്ലാവരും നമ്മളെ സപ്പോർട്ടീവ് ആണ്. നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ടീച്ചേഴ്സ് ആയിരുന്നു. എല്ലാവരും നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ കോളേജിന്റെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ടീച്ചേഴ്സിനോട് നമ്മൾ എന്ത് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാൽ അവർ നമ്മളെ ഗൈഡ് ചെയ്യും. എംബാരസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ എവിടെയെങ്കിലും? കോളേജ് ലൈഫ് എംബാരസിംഗ് പറയാനാണെങ്കിൽ അവിടെ ഇവിടെ കാണും. എന്നാലും എടുത്ത് പറയാനായിട്ട് എനിക്കിപ്പോൾ ഇതൊന്നും അത്രയ്ക്ക് ഓർമ്മ വരുന്നില്ല. എന്നാലും ഓൾമോസ്റ്റ് എംബാരസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമുക്ക് കറങ്ങിടക്കാൻ പറ്റിയ ടീച്ചേഴ്സ് ഒക്കെ എംബാരസിംഗ് ആയിട്ടൊന്ന് പറയാനുള്ളൂ. ഈ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം വേറൊരാൾ പറഞ്ഞറിഞ്ഞായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നിയ എന്തെങ്കിലും കാര്യം, അതായത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ? ഞാൻ എന്റെ പ്ലേസ് ഇച്ചിരി ഡിസ്റ്റന്റ് ആണ് കോളേജിന്റെ. കോളേജ് ഫസ്റ്റ് ഒരു സർക്കുലറിലാണ് കണ്ടത്. പിന്നെ ഞാനിവിടെ വന്ന് എനിക്ക് കോളേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ നിൽക്കാന്നൊക്കെ കരുതിയാണ് വന്നത്. ബട്ട് ലേറ്റർ ഞാൻ വീട്ടിൽ തന്നെ പോയി വരിക എന്ന എളുപ്പത്തിൽ ഞാൻ വീട്ടിൽ തന്നെ വരികയെന്ന് തീരുമാനിച്ചത്. ബട്ട് ട്രാവലിംഗ് ടൈം ഇത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അത് ആരെങ്കിലും ഒന്ന് നേരത്തെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. കോളേജ് ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ?
നൗ ഐ എം എ സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്. ഇനി മുമ്പോട്ട് പോകുന്നത് കുറെ പ്രോഗ്രാംസിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറെ ആഡ് ഓൺ കോഴ്സുകളൊക്കെ എടുക്കണമെന്നുണ്ട്. ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് അതിനൊന്നും പ്രോബ്ലം ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നല്ലൊരു എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് ആണ് നമ്മുടെ കോളേജ് നൽകുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ അറ്റ്മോസ്റ്റ് ഫുൾഫില്ലിംഗ് കോളേജ് ലൈഫാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വൺ വേർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുക ഫസ്റ്റ് ഇയർ കോളേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് വൺ വേർഡ്, അൺഎക്സ്പെക്ടഡ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന വാക്ക്. അൺഎക്സ്പെക്ടഡ് എന്ന് പറയുമ്പോൾ അതൊരു നല്ലതല്ലേ ചീത്തയല്ല. ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ നല്ല ടെൻഷനായിരിക്കും, കുറെ പ്രോഗ്രാംസ് ഒക്കെ കാണും, എല്ലാം ഒരു ഫോർമൽ മീറ്റിംഗ് പോലെയൊക്കെ എന്നാണ് കരുതി വന്നത്. ബട്ട് അത്രയും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ളത് തന്നെ നല്ല ഫണ്ണായിരുന്നു. ബട്ട് ലിറ്റിൽ ബിറ്റ് ഫോർമൽ. അത് ആ കോളേജിന്റെ എടുത്തായത് കൊണ്ട് മാത്രമുള്ള പ്രോഗ്രാംസ്. ബട്ട് എവരിത്തിങ് വാസ് വെരി ഫൺ. എവരിത്തിങ് വാസ് വെരി ഇൻഫോർമേറ്റീവ്. ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ഡൗട്ട്സും ടീച്ചേഴ്സിനെ ക്ലിയർ ചെയ്തു. എന്നാലും അൺഎക്സ്പെക്ടഡ് ആ വാക്ക് മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നു. ഓക്കെ, അപ്പൊ കോളേജിനെ കുറിച്ച് കേട്ടത് എന്തെങ്കിലും കംപ്ലീറ്റ്ലി റോങ് ആയിട്ട് ഫീൽ ചെയ്തു? ഏതെങ്കിലും കേട്ടതിൽ നിന്ന് വ്യത്യാസം ആയിട്ട് ഫീൽ ചെയ്തു? കോളേജിൽ നിന്ന് കേട്ടതിന് വ്യത്യാസമായിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, കോളേജ് കേട്ട തന്നെ ഒരു സർക്കുലറിൽ നിന്നാണ്. ഞാനിവിടെ വന്നു, കോളേജിൽ കണ്ടു, എല്ലാവരും മീറ്റ് ചെയ്തു. ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഓഫീസ് സ്റ്റാഫ്സ് എല്ലാം ജോയിൻ ചെയ്യാൻ വേണ്ടി നല്ല സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യിപ്പിക്കുകയും ചെയ്തു. അത് കാരണം അത്രയ്ക്ക് ഡിഫറൻസ് ഒന്നുമില്ല. കോളേജിൽ ഏറ്റവും നല്ല കോളേജസുമാണ് ഞങ്ങളുടെ കോളേജ്. ജഗത്തിന് ഇപ്പോൾ ഒന്നുകൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഫസ്റ്റ് ഡേ ലീഡ് ചെയ്യാൻ വേണ്ടി, റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ജഗത്ത് എന്ത് ആയിരിക്കും റീക്രിയേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഡേ ഞാൻ ഒന്നുകൂടി റിലീസ് ചെയ്യാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ബി നോട്ട് സോ ടെൻസ്. ഞാൻ ആദ്യത്തെ ദിവസം നല്ല ടെൻസ്ഡ് ആയിരുന്നു. കാരണം കുറെ ഫ്രണ്ട്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഒക്കെ എനിക്ക് മിസ്സായി. ഫസ്റ്റ് ഡേ ഓറിയന്റേഷൻ കാരണം എനിക്ക് ഇച്ചിരി ടയേർഡ് ആയിട്ട് തോന്നി. കാരണം എല്ലാവരും ഫണ്ണായിരുന്നു, ബട്ട് എനിക്ക് ബിറ്റ് ഫോമിന് പോലെ തോന്നി. അത് എന്റെ പ്രോബ്ലം ആയിരുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു അത്. ഐ വാസ് വെരി ടെൻസ് ഫോർ ദാറ്റ്. അപ്പൊ ജഗത്തിന് ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി, ഫസ്റ്റ് സംസാരിച്ചത് ആളോടാണെന്ന്. ആളുടെ പേര്, ആളെന്താ സംസാരിച്ചത്, നിങ്ങൾ എന്താ ഡിസ്കസ് ചെയ്ത്, എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി, ആ ഒരു ജേർണി ഒന്ന് ഡിസ്കസ് ചെയ്യാവോ? ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഓറിയന്റേഷൻ നമ്മുടെ മെയിൻ ഹോളിലായിരുന്നു. എല്ലാവരും ഒരു ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ അത് കയറി തന്നെ ഞാൻ കാണുന്നുണ്ട് ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പുള്ളി ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സും പാന്റും എല്ലായിട്ട് ഒരു ഫോർമൽ ലുക്കിലാണ് വന്നിരുന്നത്. ഞാനാണെങ്കിൽ അതേ ടൈമിൽ ഒരു ഷർട്ടും പാന്റും ഷൂവും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ ടൈമിലൊന്നും അധികം സംസാരിച്ചില്ല. പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടേയിരിക്കും. ഇതേ സമയത്ത് എൻ്റെ ബെഞ്ച് മേറ്റ് പുള്ളിയായിരുന്നു. ഇത് ഞങ്ങൾ സ്ലോലി സംസാരിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ പുറകെ ബെഞ്ചിലുള്ള ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തു. ഓൾമോസ്റ്റ് ആ ഡേയിലായിട്ട് ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആയി. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ്. സീനിയേഴ്സിനെ കുറിച്ച് എന്തായിരുന്നു എക്സ്പെക്ടേഷൻസ്? ഞാൻ സീനിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് നമ്മുടെ മൂവീസിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ടഫ് ലുക്കിങ്ങും നല്ല റാഗിങ് ഒക്കെ അങ്ങനെയൊക്കെ മെന്റാലിറ്റി ഉള്ള സീനിയേഴ്സിനാണ് നമ്മൾ ചെയ്തു വന്നത്. ബട്ട് ഫസ്റ്റ് ഡേ തന്നെ വന്നപ്പോൾ തന്നെ നമ്മുടെ സീനിയേഴ്സുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റി. ഓൾമോസ്റ്റ് എല്ലാവരും എൻഗേജിങ് ആണ്. നമ്മളെ ഇന്ററാക്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അവർ പറയുകയും അവർക്ക് ഏതൊക്കെയാണ് പാടുള്ളതെന്നൊക്കെ പറയും. എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് എക്സ്പെക്ടേഷൻസ് ഡിഫറെന്റ് ആയത് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു? വളരെ നല്ല ബെറ്റർ ആയിട്ട് തോന്നി. കാരണം നമ്മളിപ്പോ ഒക്കെ ന്യൂസിൽ കാണുന്നുണ്ടല്ലോ കുറെ റിയാക്ടിങ്ങും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ. ബട്ട് നമ്മുടെ കോളേജിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ സീനിയേഴ്സ് നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരാണ്. എല്ലാവരും നല്ല നമ്മുടെ ഒപ്പം പോകുന്ന ആൾക്കാർ. ഇനി പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? എന്റെ എക്സ്പീരിയൻസ് വെച്ച് പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസ് കുറച്ച് അഡ്വൈസ് എനിക്ക് പറയാനുണ്ട്. ബട്ട് അത് എന്റെ മാത്രം അഡ്വൈസ് ആണ്. അത് കേട്ടിട്ട് പറയാൻ നല്ല ചെയ്തതാണ്. ബട്ട് മെയിൻലി വരുമ്പോൾ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് വരരുത്. നമ്മുടെ സീനിയേഴ്സ് മൂവീസിലും ഫിലിംസിലൊക്കെ കാണുന്ന പോലെ മൊത്തം അടിച്ചുപൊളിയും ഫെസ്റ്റിവൽ മാത്രമല്ല കോളേജ് എന്ന് പറയുന്നത്. ഫോർമൽ കോളേജ് ആയിട്ട് നമുക്ക് അതിനനുസരിച്ച് ഉള്ള സർക്കുലറാണ് ഉള്ളത്. എല്ലാവരും യൂണിഫോമിലൊക്കെ വരിക, ടൈമിങ് അനുസരിച്ചുള്ള ക്ലാസ്സസ്. ബട്ട് എവറിത്തിങ് ഇസ് ഫൺ. നമുക്ക് ആവശ്യത്തിന് ഫണ്ണിനുള്ള എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് നീഡ് ടു അപ്പം അധികം എക്സ്പെക്ടേഷനോടെ വരാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. ഈ കോളേജിൽ നിന്ന് പോകുമ്പോൾ ജഗത്തിന്റെ മിസ് ചെയ്യും? ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ഇയർ ആണ്. ഞാൻ എൻ്റെ കുറെ എക്സ്പീരിയൻസ് എനിക്ക് കോളേജ് നൽകിയിട്ടുണ്ട്. കുറെ പ്രോഗ്രാംസിൽ ഞാൻ ജോയിൻ ചെയ്തു, കുറെ കമ്പനീസിലെല്ലാം വർക്ക് ചെയ്തു. അപ്പോൾ ഇത് എനിക്കൊരു അറ്റാച്ച്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ കോളേജുമായിട്ട്. ധാരാളം ഇത് പോകുന്നതോറും എൻ്റെ ഡേയ്സ് ഇവിടെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നതോറും ഈ അറ്റാച്ച്മെന്റ് കൂടിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പുതിയ ജോബിലോട്ട് കയറുമ്പോഴൊക്കെ ഇതിന്റെ കോർ മെമ്മറി എനിക്കറിയാം.
ഞാൻ ഇവിടുത്തെ ഫ്രണ്ട്സിനും ഫാക്കൽറ്റീസിനും എല്ലാവരെയും നന്നായിട്ട് മിസ് ചെയ്തു. So thank you, Jagat. Thank you for joining us today for this interaction.